പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകര സംഘടനയാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. ഇപ്പോൾ ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയൊരു സംഘടന വരുന്നു. ഞങ്ങൾ PFIയുടെ പിന്മുറക്കാരാണെന്നും പറയുന്നു. എന്നിട്ട് താമരശ്ശേരി ബിഷപ്പിന് ഒരു ഭീഷണിക്കത്ത് അയച്ചു, ഒരു PR പേരുമൊക്കെ വെച്ച്. അങ്ങനെ ഒരു നീക്കം പേര് മാറ്റിയിട്ട് അവർ നടത്തുമോ? IDF നേരത്തെ ഉള്ളതാണ്. IDFI എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പോൾ പുതിയ കൊടുത്ത പേരായിരിക്കാം. ഒരുപാട് പേരുകളിൽ മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലതൊക്കെ പ്രവർത്തിക്കുന്നേ ഇല്ല, പേര് മാത്രം. വേറൊരു സംഘടന നിരോധിക്കപ്പെടുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പേരിലേക്ക് അവർക്ക് മാറാൻ പറ്റും. പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പേര് പോലും ആവശ്യമില്ല. 10 ആൾ കൂടിയിട്ട് ചെയ്യാനുള്ളത് അങ്ങ് ചെയ്യുക, അതേ ഉള്ളൂ. അല്ലാതെ അതിന് രജിസ്റ്റേർഡ് സംഘടനയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ താമരശ്ശേരി ബിഷപ്പിന് കൊടുത്ത കത്ത് എന്ന് പറയുന്നത് അത് ഒരു കള്ളക്കത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഷപ്പിന് എഴുതേണ്ട കാര്യങ്ങളൊക്കെയാണോ അതിലെഴുതിയിരിക്കുന്നത്? കേരളത്തിലെ 90% സാമ്പത്തിക പ്രവൃത്തിയും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. ശരി, അതിന് ബിഷപ്പ് എന്ത് വേണം? ടാക്സ് കൊടുക്കുന്നവർ അല്ലേ? അതിന് ബിഷപ്പ് എന്ത് ചെയ്തു? എന്താ ബിഷപ്പ് എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് 70% സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. ഇനി കൊടുക്കണം തന്നെ വെച്ചോ, അത് താമരശ്ശേരി ബിഷപ്പ് വിചാരിച്ചാൽ നടക്കില്ല. ഈ കത്ത് പിണറായി വിജയനെ അയച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. 70% സംവരണം വേണം, 90% സമ്പത്ത് ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്, അത് 60% കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് അവകാശവാദങ്ങൾ. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസാണ് വേണ്ടത്. അത് പിണറായി വിജയനാണ് അയക്കേണ്ടത്. അപ്പോൾ താമരശ്ശേരി ബിഷപ്പിനെ അയച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു സംസാര വിഷയമാക്കാനായിട്ടുള്ള ഒരു മിസ്ചീഫായിട്ട് എനിക്ക് തോന്നുന്നു. ഗൗരവമായിട്ട് മുസ്ലിം സംഘടന, ഏതെങ്കിലും തീവ്രവാദ സംഘടന അങ്ങനെ ആണെങ്കിൽ ഇങ്ങനൊരു കത്ത് എഴുതുകയില്ല. താമരശ്ശേരി ബിഷപ്പിന് എഴുതുകയില്ല. സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത് ഒരു കലക്കമുണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള. അല്ല, ഇതിനകത്ത് തൃശ്ശൂരിലെയും വയനാട്ടിലെയും ഒക്കെ ചില പള്ളിയുടെ സ്ഥലങ്ങൾ, സ്കൂളിൻ്റെ സ്ഥലങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെയാണ്, ഇതൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണി അതിനകത്ത് മുഴക്കുന്നുണ്ടല്ലോ. അത് തന്നെ. ഇപ്പോൾ അങ്ങനെയാണ്. ആ പള്ളി ഞങ്ങളുടെ മുസ്ലിം പള്ളി പൊളിച്ചാണ് അത് കെട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരും. ഇതുപോലത്തെയൊക്കെ കാര്യങ്ങൾ താമരശ്ശേരി ബിഷപ്പിന് എഴുതണമെങ്കിൽ അതിനൊരു ലോജിക്കില്ല. അങ്ങേരല്ല ഇതിൻ്റെ ഒന്നും ഉത്തരവാദി. അപ്പോൾ താമരശ്ശേരി ബിഷപ്പാണ് കത്തോലിക്കാ സഭയിലെ പരമാധികാരി എങ്കിൽ ശരി, നിങ്ങളുടെ പള്ളി ഇരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്താണ്, അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞെഴുതാം. ഇത് അങ്ങനെയല്ല. താമരശ്ശേരി ബിഷപ്പ് എത്രയോ ബിഷപ്പുമാരിൽ ഒരു ബിഷപ്പാണ് താമരശ്ശേരി ബിഷപ്പ്. അങ്ങനെയാണ് സ്ഥലത്തുമില്ല, ഓസ്ട്രേലിയ ഏതോ എവിടെയോ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു കത്ത് കൊടുത്തിരിക്കുന്നത് ശുദ്ധ മിസ്ചീഫാണ്. അല്ല, മിസ്ചീഫ് എന്ന അപ്പുറത്തേക്ക് ഒരു കാലത്ത് സിമി വന്നിരുന്നു, പിന്നെ അത് NDF ആയിട്ട് വരുന്നു, പിന്നീട് അത് പോപ്പുലർ ഫ്രണ്ടായിട്ട് വരുന്നു. ഇതിനെല്ലാം തന്നെ ഒരേ സ്വഭാവമായിരുന്നു. ശരിക്കും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു ഫോൺ കോളിലോ ഒരു വാട്സാപ്പ് കോളിലോ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന തീവ്ര നിലപാടുള്ളവരാണ്. എന്തിനും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയിലുള്ളവർ പോലും തീവ്രത കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോയി, ഈ NDFിലേക്കോ സിമിയിലേക്കോ പോയിട്ടുണ്ട്. നമ്മുടെ പ്രമുഖരായ പല നേതാക്കളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു IDFI എന്ന് പറയുന്ന ഒരു സംഘടന വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആകർഷകരാകാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവില്ലേ? അങ്ങനെ ഒരു നീക്കം വരില്ലേ? ഉണ്ടാവും. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജിൽ ആൾ കൂടുന്നത് വർഷങ്ങളായിട്ടുള്ള അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. 2010 മുതൽ എനിക്കറിയാം, നമ്മൾ ഈ പത്രത്തിൽ കിണർ വൃത്തിയാക്കാൻ സമീപിക്കുക, ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും. കക്കൂസ് വൃത്തിയാക്കാൻ സമീപിക്കുക, ആധുനിക പമ്പിംഗ് ഒക്കെ വെച്ചിട്ട് ഈ മൊബൈൽ നമ്പർ കൊടുക്കുക. ആ മൊബൈൽ നമ്പറിലേക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കും. വിളിക്കുന്നവരുടെ പേര്, മെയിൽവിലാസമൊക്കെ അവർ നോട്ട് ചെയ്യും. ആ വീട്ടിൽ പോവും, അവിടെ ആരൊക്കെയുണ്ട്. അപ്പോൾ കക്കൂസിൻ്റെ ടാങ്ക് എപ്പോഴും പുറകിലായിരിക്കുമല്ലോ, ആവുന്നത്ര പുറകിലായിരിക്കും. അപ്പോൾ വീടിൻ്റെ പുറകുവശം ഏറ്റവും സെൻസിറ്റീവായ ഒരു സ്ഥലമാണ് പുറകുവശം. കള്ളന്മാർ കയറുന്ന നോക്കിക്കും മാക്സിമം അടുക്കള വാതിൽ പൊളിച്ചിട്ടാണ്, ഫ്രണ്ട് ഡോറല്ല. ഫ്രണ്ട് ഡോറല്ല അവർ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി വയ്ക്കും. അടുക്കള വാതിൽ പൂരശിൻ്റെ 2 പലക വെച്ചിട്ടാണ്. അപ്പോൾ ഇതിലെയാണ് കള്ളന്മാരൊക്കെ കയറുന്നത്. അപ്പോൾ ഈ പുറകുവശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സർവീലൻസ്.
അപ്പോൾ അവിടെ ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികൾ എത്രയുണ്ട്, ഈ വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞിട്ട് ഇവരെ ഈ ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയോ വളച്ചെടുക്കാനാണ് അവരുടെ, അല്ലാതെ കക്കൂസ് വൃത്തിയാക്കാനല്ല. പിന്നെ അവർ വിളിക്കും, കക്കൂസ് അങ്ങ് വിടും, ഞങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല കേട്ടോ, അത് റോഡിലേക്കുള്ള ഡിസ്റ്റൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു 3 മാസം എടുക്കും. അപ്പോൾ അത് നമ്മൾ പറയാം ഞാൻ വേറെ ആളെ നോക്കാം. ബൈ ദ ടൈം ഇവരുമായിട്ടൊരു കണക്ഷൻ അവരുണ്ടാക്കിയെടുക്കും. 2010 തന്നെ 25,000 രൂപ ഒരു ബൈക്കും കൊടുത്ത് എത്രയോ ചെറുപ്പക്കാരെ അവർ റെഡിയാക്കിയിരുന്നു ഈ ഫോൺ വഴി. ഇവർക്ക് ആർക്കും അറിയില്ല ഇവർ ഏത് സംഘടനയായിട്ടാണ് എന്താ ഏർപ്പെടുന്നത്. ആകെ ഈ ചെറുപ്പക്കാരൻ ചെയ്യേണ്ട ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയൊക്കെ എന്തൊക്കെ ആരുടെയൊക്കെ യോഗങ്ങൾ നടക്കുന്നുണ്ട്, അതിലെത്ര പേര് പങ്കെടുത്തു, സ്ത്രീകൾ എത്ര, പുരുഷന്മാരെത്ര, കുട്ടികളെത്ര, ഇത്രയും കൊടുത്താൽ മതി. അത് RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, NSS, SNDP, പുലയ മഹാസഭ ഇവരുടെയൊക്കെ യോഗങ്ങൾ നിങ്ങളുടെ ഒരു ഏരിയ തിരിച്ചു കൊടുക്കുക. ആ ഏരിയയിൽ നടക്കുന്ന യോഗങ്ങൾ, അത് ആരുടെ യോഗം, എത്ര പേര് പങ്കെടുത്തു, ഈ റിപ്പോർട്ട് കൊടുക്കുക. മാസം 25,000 രൂപയും ഒരു ബൈക്കും. ഇത് 2010 തുടങ്ങിയതാണ്. അത് വന്നിട്ടാണ് 2018, 19, 20 ആയിക്കഴിഞ്ഞപ്പോൾ ഒറ്റ ഫോൺ കോളിൽ ആൾക്കാർ വരുന്നു. 10 വർഷത്തെ പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്, അല്ലാതെ വെറുതെ ചെയ്തതല്ല അത്. അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ ഓരോന്നായിട്ട് ഇതിനിടയ്ക്ക് ഒരുപാട് പേര് ജോലി കിട്ടിപ്പോവും. ചിലർ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് പിൻവലിച്ച് അതിൻ്റെ പിന്നാലെ ഒന്നും അവർ പോകില്ല. കാരണം പോയാൽ അത് അടുത്ത ഇഷ്യൂ ആയിട്ട് അവർ എക്സ്പോസ് ചെയ്യപ്പെടും. ഇങ്ങനെ തന്ത്രപരമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവരൊരു ഗാങ്ങിനെ വളർത്തിയെടുത്തതാണ്. അത് എറണാകുളത്തെ ബസ് കണ്ടക്ടർമാർ, ബസ് ഡ്രൈവർമാർ, ഇങ്ങനെയൊക്കെയുള്ള ടാക്സി ഡ്രൈവർമാർ, ഇവരുടെ ഇടയ്ക്കെല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഇത് ചെയ്യുന്നുണ്ട്. അവർ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രകടനം പെട്ടെന്ന് അവർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടന്നൊരു ഇഷ്യൂവിന് വൈകുന്നേരം മറൈൻ ഡ്രൈവിലെ കൂടെ ഒരു പ്രകടനം നടക്കും. അതിലൊരു 500 പേരുണ്ടാകും. ഈ 500 പേരെ ഇവർ സംഘടിപ്പിക്കുന്നത് വൈറ്റില ചുമട് 70 ലിസ്റ്റ്. എൻ്റെ കയ്യിലൊരു സ്ലിപ്പ് ഒരാൾ തന്നതാണ്. വൈറ്റില ചുമട് എന്ന് പറഞ്ഞാൽ CITU ചുമട്ടുതൊഴിലാളി വൈറ്റിലയിലുള്ളവർ 70 പേര് വരണം. ഇങ്ങനെ വൈറ്റില, ചളിക്കവട്ടം, പാലാരിവട്ടം, എടപ്പള്ളി, സ്റ്റേഡിയം, ഇതിങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ട് അവിടെ നിന്നുള്ള ആൾക്കാർ. ഇപ്പോൾ വൈറ്റിലയിൽ നിന്ന് 70 CITUക്കാർ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 170 CITUക്കാരുണ്ടാകും. അതിൽ നിന്നാണ് 70 പേരെ വിളിക്കുന്നത്, മുഴുവൻ പേരെയും വിളിക്കുകയില്ല. അപ്പോൾ ഇത് ഏത് ഇഷ്യൂവിൻ്റെ പുറത്താണെങ്കിലും അവർ റെഡിയാണ്. ഇതെന്താ ഇഷ്യൂ എന്നൊന്നും ഈ വൈറ്റില 70-ന് അറിയില്ല. അയാളുടെ സിന്ദാബാദ് വിളിക്കുക, അത്രേ ഉള്ളൂ. അല്ല, അതൊരു രാഷ്ട്രീയ കാര്യത്തിലാണെന്ന് പറയാം. പക്ഷേ സിമിയും LDF-നെയും നമുക്ക് ഇത് തന്നെയാണ് മറ്റൊരു പയറ്റുന്ന തന്ത്രവും. ഞാൻ പറഞ്ഞത് ഈ ഇമ്മീഡിയറ്റ് ക്രൗഡിനെ ഓർഗനൈസ് ചെയ്യുന്ന തന്ത്രം മറ്റവർ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഇവർ റിലീജിയസ് പർപ്പസിന് ഉപയോഗിക്കുന്നു. ബട്ട് തന്ത്രം ഒന്നുപോലെയാണ്. വർഷങ്ങളായിട്ട് വളർത്തിയെടുത്ത കോണ്ടാക്റ്റ് ഉപയോഗിച്ചാണ് അവരിത് ചെയ്യുന്നത്. അതിൽ അത്ഭുതമൊന്നുമില്ല. 10 വർഷം 15 വർഷമൊക്കെ നിരന്തരം പ്രവർത്തിച്ച് ഒരാളെ കോണ്ടാക്റ്റിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒരാവശ്യത്തിന് നിങ്ങൾക്ക് വിളിക്കാം. ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, ജാഥയിൽ പങ്കെടുക്കുക, ഇതേ ഉള്ളൂ. വേറെ നിങ്ങൾ അടിപിടിക്കോ അക്രമത്തിലോ ഒന്നും പോകണ്ട, ജാഥയിൽ പങ്കെടുക്കുക. അപ്പോൾ അതിനുള്ള ആളുകളെ അവർക്ക് കിട്ടുന്നത് ഈ പ്രവർത്തനം കൊണ്ടാണ്, മാജിക് കൊണ്ടല്ല. ദേ ആർ ദെയർ ഇൻ ദ ഗ്രൗണ്ട് ലെവൽ. പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള സംഘടനയെ നിരോധിച്ചുകൊണ്ട് അത് ഇല്ലാതെയാവുന്നില്ല. അതെല്ലാവർക്കും അറിയാം, സർക്കാരുകൾക്കും അറിയാം. ഒരു സംഘടനയും നിങ്ങൾക്ക് നിരോധിച്ചില്ലാതാക്കാൻ പറ്റില്ല. അവരുടെ പ്രവർത്തനം ആ പേരിൽ നടക്കുന്നത് നിങ്ങൾക്ക് നിരോധിക്കാമെന്നേ ഉള്ളൂ. വേറൊരു പേരിൽ അവർക്ക് പ്രവർത്തിക്കാം. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സംഭവിച്ചതാണ്, പെട്ടെന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടു, നേതാക്കന്മാർ ജയിലിലൊക്കെ പോയി. അവരുടെ സെക്കൻഡ് ഇൻ ലൈൻ ഒരല്പം താമസിക്കുന്നേ ഉള്ളൂ, അവർ റീഗ്രൂപ്പ് ചെയ്തിട്ട് പ്രവർത്തിക്കും. ബട്ട് ഈ പെർട്ടിക്കുലർ ലെറ്റർ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇതൊരു മിസ്ചീഫാണ്, അല്ലാതെ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകൾ ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കത്തൊന്നുമല്ല. അപ്പോൾ ഒരലമ്പുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ IDFI പോലെയുള്ള സംഘടനകൾ വരിക എന്ന് പറഞ്ഞാൽ RSS, BJP പോലെയുള്ള
സംഘടനകളെ എതിർക്കാൻ വേണ്ടിയിട്ടൊരു മുസ്ലിം തീവ്ര നിലപാടുള്ള സംഘടന വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിക്കൂടെ? അല്ല, ഇത് പണ്ടേ ഉണ്ടെന്നേ. ഇത് ഇനി അവർ വരാനൊന്നുമില്ല. ദേ ആർ ദെയർ. നമ്മുടെ സൊസൈറ്റിയിൽ അവരുണ്ട് ഇപ്പോഴും, പുതിയതായിട്ടുണ്ടായതൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, IDF എന്ന സംഘടന നേരത്തെ തന്നെയുണ്ട്. അതിൻ്റെ കൂടെ ഒരു I ചേർക്കും, വേറൊരു R ചേർക്കും, എന്തെങ്കിലും ചേർക്കും, ഇത്രയേ ഉള്ളൂ. ആളുകളൊക്കെ മെമ്പർമാരൊക്കെ ഉണ്ട്, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. പേര് മാത്രം പുതിയത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പേര് എനിക്ക് വളരെ ഫെമിലിയറായിട്ട് തോന്നുന്നു. IDF ഞാൻ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് നേരത്തെ തന്നെ ഉണ്ട്. അവർ അതിൻ്റെ കൂടെ ഓഫ് ഇന്ത്യ എന്ന് ചേർത്തിട്ടായിരിക്കും ഒരു I ഇവിടെ ചേർത്തിട്ടല്ലേ? അതെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ബിഷപ്പിന് ഒരു കത്ത് അയക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു കുസൃതിക്ക് സമാനമായ ഒരു നീക്കം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എനിക്ക് പ്രഥമ ദൃഷ്ടി അങ്ങനെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ആ ബിഷപ്പിനെ അയക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും സർക്കാരുകളും പോലീസും ഒക്കെ ഗൗരവമായി ഇത് കാണുമെന്നുള്ളത് നമുക്ക് നോക്കാമല്ലേ? അത് ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.